ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. നാട്ടുരാജാവ് ടാസ്ക് ഇന്ന് രാവിലെ വീണ്ടും ആരംഭിച്ചു. ഇന്നലത്തെ നാട്ടുരാജാവ് ടാസ്ക് അറുബോറൻ ടാസ്ക് ആയിരുന്നു. ഇത് എപ്പോഴാണ് അവസാനിക്കുക എന്ന് പ്രേക്ഷകർ നോക്കിയിരിക്കുകയായിരുന്നു ലൈവിൽ. എന്നാൽ ഇന്ന് രാവിലത്തെ ടാസ്ക് കുറച്ച് വ്യത്യസ്തമാണ്. ജിൻഡപ്പനാണ് ഇന്നത്തെ രാജാവായിട്ട് വന്നിരിക്കുന്നത്. വന്ന സമയത്ത് തന്നെ പുതിയ ഭരണ പരിഷ്കാരങ്ങളുമൊക്കെ ആയിട്ടാണ് ജിൻഡോ നിറഞ്ഞാടുവാൻ തുടങ്ങിയിരിക്കുന്നത്. കണ്ടിരിക്കുവാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. രാജാവ് രാജസ്ഥാനത്തേക്ക് വന്ന ആ സമയത്ത് തന്നെ രാജാവ് കുറച്ച് ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതിൽ ഒന്നാമത്തേതാണ് ആരോഗ്യം സംരക്ഷിക്കപ്പെടണം. ഇവിടെയുള്ള പല ആൾക്കാരും രോഗത്തിലാണ്. ഞാൻ ഉൾപ്പെടെ പലതരത്തിലുള്ള രോഗങ്ങൾ വഹിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ബോട്ടിലുകൾ ഉണ്ടാകണം. ആ ബോട്ടിലിനകത്ത് എല്ലായ്പ്പോഴും നിറച്ച് വെള്ളവും ഉണ്ടാകണം. ഞാൻ പറയുന്ന സമയത്തൊക്കെ ആ ബോട്ടിൽ നിങ്ങൾ പാതി ബോട്ടിൽ വെള്ളം കുടിച്ചിരിക്കണം. അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അനിവാര്യമായൊരു ഘടകം തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യത്ത് മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രാജ്യമാണ്. എവിടെ നോക്കിയാലും വഴക്കും ബഹളവും ഒക്കെയാണ് ഈ രാജ്യത്ത് എല്ലായ്പ്പോഴും കാണുവാൻ സാധിക്കുന്നത്. എന്ത് വഴക്കുണ്ടായാലും ആ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കുവാൻ വേണ്ടി വരുന്ന സമയത്ത് ആ തുടക്കത്തിൽ തന്നെ രണ്ടുപേരും പരസ്പരം ഹഗ് ചെയ്തിരിക്കണം. ഇവിടെ സ്ത്രീജനങ്ങളൊക്കെ ഉണ്ട് രാജാവ് എന്ന് അഭിഷേകാണെന്ന് തോന്നുന്നത് പറയുമ്പോൾ പറയുന്നത്, സാരമില്ല സ്ത്രീജനം ഉണ്ടെന്ന് പറഞ്ഞ എന്താ കാര്യം, ഇല്ലെങ്കിൽ കയ്യെങ്കിലും കൊടുത്തിരിക്കണം, എന്നിട്ടേ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാവൂ എന്നുള്ള ഒരു ഭരണ പരിഷ്കാരം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത്തെ നിയമം, ഈ രാജ്യത്താരും കള്ളം പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഉടൻ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട്, രാജാവ് തന്നെയാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളൻ, രാജാവ് കള്ളമല്ലേ പറയാറുള്ളൂ. അന്നേരം പറഞ്ഞു, ഞാൻ ഇനി മുതൽ കള്ളം ഒന്നും പറയില്ല, രാജാവായിരിക്കുന്നിടത്തോളം ഞാൻ സത്യസന്ധതയിലായിരിക്കും എന്ന് പറയുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഓരോ വ്യക്തികളും അടുത്ത വ്യക്തിയുമായിട്ട് കുറഞ്ഞത് 1 മീറ്റർ അകലമെങ്കിലും പാലിച്ചിരിക്കണം. പ്രത്യേകിച്ച് എൻ്റെ അടുക്കൽ വരുമ്പോൾ 1 മീറ്റർ അകലത്തിലേ നിൽക്കാൻ പാടുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം, ഈ രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന ചെങ്കോലും അധികാരത്തിൻ്റെ താക്കോലും ഒക്കെ ഉണ്ടല്ലോ, ഇത് പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ എല്ലാവർക്കും എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ 1 മീറ്റർ അകലെ നിന്നാൽ മതി. അപ്പോൾ രാജാവ് ഇത് മോഷ്ടിക്കപ്പെടും എന്നുള്ള ഭീതി കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാനിത് തരുമല്ലോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. രാജാവ് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, എനിക്ക് അധിക സമയമൊന്നും രാജാവായിരിക്കും ആഗ്രഹമില്ല, അത് നിങ്ങളിൽ ഒരാൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം രാജാവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ചില ടാസ്കുകൾ തരും. ആ ടാസ്കുകളിൽ ആരാണോ കൃത്യമായിട്ട് വിജയിക്കുന്നത് ആ വ്യക്തിക്കായിരിക്കും അടുത്ത രാജസ്ഥാനം ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തികച്ചും നീതിയുക്തവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു ഭരണമായിരിക്കും ഇവിടെ നടക്കുന്നത്. എന്തായാലും ടാസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആദ്യം കസേരകളി ടാസ്ക് ആയിരുന്നു നടന്നത്. കസേരകളി ടാസ്ക് വളരെ ഗംഭീരമായിരുന്നു. അതിനകത്ത് ഒട്ടും സഹകരിക്കാതിരുന്നൊരു വ്യക്തി നോറ മാത്രമായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ടാസ്കിനകത്ത് വിജയിച്ചത് ഒടുവിൽ നമ്മുടെ അർജുനാണ്. അർജുനും ശ്രീതുമാണ് അവസാനം വരുന്നത്. അവർ രണ്ടുപേരും കൂടി കുറച്ച് ഫണ്ണാക്കി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി. കസേരയിൽ ഇരിക്കേണ്ട സാഹചര്യം വന്നപ്പോഴേക്കും പെട്ടെന്ന് അർജുൻ കസേര വലിച്ചു മാറ്റിയിട്ടിരിക്കുകയും ആ സമയത്ത് നടുവടിച്ച് ശ്രീതു താഴെ വീഴുകയും ചെയ്തു. അതുകൊണ്ട് ടാസ്ക് വീണ്ടും ഒന്നുകൂടി ജനറേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ടാസ്ക് മുൻപോട്ട് പോയത്. രണ്ടാമത് കസേര ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. എന്നിട്ട് ആ കസേരയുടെ മുകളിലേക്ക് കാല് പൊക്കി വെക്കുന്നു. എന്നാൽ കസേരയിൽ കാല് ചവിട്ടാനും പാടില്ല. കസേരയിൽ ചവിട്ടുന്നതായി ആക്ട് ചെയ്യുക മാത്രമേ പാടുള്ളൂ. അതിനിടയ്ക്ക് കസേരയിൽ ആരുടെയെങ്കിലും കാല് മുട്ടിയാൽ അവർ ഔട്ടാകും. ബാലൻസ് ചെയ്യാൻ കഴിയാതെ മാറിപ്പോകുന്നവരും ഔട്ടാകും. ഇങ്ങനെ രസകരമായ ടാസ്കുകളുമൊക്കെ ആയിട്ട് പുതിയ രാജാവിൻ്റെ ഭരണം അതിഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ കണ്ടതുപോലെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രാജ്ഞി സ്ഥാനത്തേക്ക് പുതിയ ആൾ വരും. അത് ജാസ്മിനാണ്. ജാസ്മിൻ എങ്ങനെയാണ് അവിടെ കയറിക്കൂടുവാനുള്ള ഭാഗ്യമുണ്ടായി എന്നതൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പുതിയ അപ്ഡേഷനുമായി വീണ്ടും എത്താം.